അല്ലേ? പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താ വരിക? അതും പോസിറ്റീവ് തന്നെ. അപ്പോൾ ഒരേ സൈനുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഡിഫറെൻറ്റ് സൈനുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഡിഫറെൻറ്റ് സൈനാണ് അല്ലേ ഉള്ളത്. +3യും -1 ആണ് ഉള്ളത്. അപ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 3 × 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. -1 × 225. ഇവിടെ എന്താ ഡിഫറൻറ്റ് സൈനാണ് അല്ലേ? മൈനസും ഉണ്ട് പ്ലസ്സും ഉണ്ട്. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ എന്താ ഉണ്ടാവുക? ആൻസർ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ 1 × 225 എന്ന് പറയുമ്പോൾ 1 ഏതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ നമ്പർ ഇറ്റ് സെൽഫ് തന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതുകൊണ്ട് നമുക്ക് 225 എഴുതി കൊടുക്കാം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. -21 × -30. രണ്ടും മൈനസ് സൈനാണല്ലോ.